ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബു സക്കാത്തിൽ ഏതാനും ഹദീസുകളാണ് ഇവിടെ വിശദീകരിച്ചത്. ഇന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, വഅൻ അലി റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم إذا كانت لك 100 درهم وحال عليها الحول ففيها 5 دراهم وليس عليك شيء حتى يكون لك 20 دينارا وحال عليها الحول ففيها نصف دينار فما زاد فبحساب ذلك وليس في مال زكاة حتى يحول عليه الحول. റവാഹു അബൂ ദാവൂദ്. റവാഹു അബൂ ദാവൂദ് വഹുവ ഹസനുൻ വഖദ് ഇഖ്തുലിഫ ഫീ റഫ്ഇഹി ഫീ റഫ്ഇഹി ഫീ വഖ്ഫിന ഫീ റഫ്ഇഹി. طيب അലി റളിയല്ലാഹു തആല നിവേദനം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയണം, ഇദാ കാനത്ത് ലക നിനക്കുണ്ടെങ്കിൽ ഉണ്ടായാൽ 100 ദിർഹം 200 ദിർഹമുകൾ 200 ദിർഹം നിനക്കുണ്ടായാൽ 100 ദിർഹം 100 എന്നാണ്, അങ്ങനെയാണ്. മിഅത്താനി ദിർഹം ഇങ്ങനെയാണ്, പക്ഷേ ഇളാഫത്തിന് വേണ്ടി നൂന് കളഞ്ഞാണ്. ദിർഹമിനെ മിഅത്താനിയിലേക്ക് ചേർത്തപ്പോൾ വ്യാകരണ നിയമപ്രകാരം മുസന്നയും ജമ്മും അതിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂനെ കളയണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് മിഅത്താനി എന്നുള്ളിടത്ത് മിഅത്ത എന്ന് പറഞ്ഞു, മിഅത്താ ദിർഹമിൻ. അപ്പം ഇതാക്കാനത്തിലൊക്കെ നിനക്കുണ്ടായാൽ മിഅത്താ ദിർഹമിൻ 200 ദിർഹംസ്. ദിർഹം വെള്ളി നാണയം. വഹാല അലൈഹൽ ഹൗൽ, ഹാല അലൈഹൽ ഹൗൽ എന്ന് പറഞ്ഞാൽ അതിന് വർഷം തികയുകയും ചെയ്താൽ, അതാണ് ഹാല അലൈഹ അൽ ഹൗൽ എന്നാൽ ആ ദിർഹമുകൾക്ക് വർഷം തികയുകയും ചെയ്താൽ. നിൻ്റെ കയ്യിൽ 200 ദിർഹം വന്നു, എന്നിട്ട് വർഷം തികഞ്ഞു, ആ ദിർഹമിന് വർഷം തികഞ്ഞു, നിൻ്റെ കയ്യിൽ അത് ഒരു വർഷം ഇരുന്നു എങ്കിൽ ഫഫീഹ അതിൽ എത്ര ഉണ്ട്? അതിലുണ്ട് 5 ദറാഹിം 5 ദിർഹമുകൾ. അപ്പോൾ 200 ദിർഹം ഒരാൾ ഉടമപ്പെടുത്തി ഒരു വർഷം എങ്കിൽ അയാൾ എത്രയും സക്കാത്ത് കൊടുക്കേണ്ടത്? 5 ദിർഹം. വലൈസ അലൈക ഷൈഉൻ ഹത്താ യകൂന ലക 20 ദീനാറൻ വഹാല അലൈഹൽ ഹൗൽ ഫഫീഹ നിസ്ഫു ദീനാർ. വലൈസ അലൈക ഷൈഉൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ മേൽ സക്കാത്തായി ഒന്നും ഇല്ല, ബാധ്യതയില്ല. വലൈസ അലൈക നിൻ്റെ മേൽ ബാധ്യതയായി ഇല്ല, ഷൈഉൻ യാതൊന്നും, ഹത്താ യകൂന ലക നിനക്കുണ്ടാകുന്നത് വരെ എന്ത്? 20 ദീനാറൻ 20 ദീനാർ. 20 ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. 20 സ്വർണ്ണ നാണയം നിനക്കുണ്ടാകുന്നത് വരെ വലൈസ അലൈക ഷൈ, നിനക്കെന്തില്ല? സക്കാത്തില്ല, യാതൊന്നും സക്കാത്തായിട്ട് ബാധ്യതയായില്ല. 200 ദീനാർ ഉണ്ടാവുകയും 20 ദീനാർ ഉണ്ടാവുകയും വഹാല അലൈഹൽ ഹൗൽ അതിന് വർഷം തികയുകയും ചെയ്താൽ ഫഫീഹ നിസ്ഫു ദീനാർ. ഫഫീഹ അപ്പോൾ അതിൽ ഉണ്ട് നിസ്ഫു ദീനാർ, അര ദീനാർ. 20 ദീനാർ ഉടമപ്പെടുത്തിയ ഒരാൾ എത്ര കൊടുക്കേണ്ടത്? അര ദീനാർ. ആ പ്രയോഗം നോക്കിയത്, വലൈസ അലൈക ഷൈഉൻ നിനക്ക് യാതൊന്നും സക്കാത്തായിട്ടില്ല, ഹത്താ യകൂന ലക നിനക്കുണ്ടാവുന്നത് വരെ 20 ദീനാറൻ 20 ദീനാർ. ഇപ്പോൾ ഒരാൾ 19 ദീനാർ ഉടമപ്പെടുത്തിക്കുന്നത് അയാൾക്ക് സക്കാത്തില്ല, 19.5 ദീനാർ ഉടമപ്പെടുത്തിക്കുന്നത് സക്കാത്തില്ല. 20 ദീനാർ ഉണ്ടെങ്കിലാണ് എന്ത്? സക്കാത്ത്. മാത്രമല്ല അതിന് തന്നെയും വഹാല അലൈഹൽ ഹൗൽ ഒരാളുടെ കയ്യിൽ അത് 20 ദീനാർ വന്നിട്ട് അത് കയ്യിൽ നീണം വർഷം തികയണം. അപ്പോൾ ഫഫീഹ അതിലെത്ര സക്കാത്ത് കൊടുക്കേണ്ടത്? നിസ്ഫു ദീനാർ, അര ദീനാർ. അപ്പോൾ 20 ദീനാർ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ അര ദീനാറാണ് എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. ഫമാസാദ അതിൽ ഏറെയായാൽ
ഫബി ഹിസാബി ദാലിക്, അതിൻ്റെ കണക്കനുസരിച്ചാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഫമാ സാദ ഫബി ഹിസാബി ദാലിക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ 5 ഒട്ടകത്തിന് എത്ര കൊടുക്കണ്ടേ? ഒരാട് അല്ലേ. 9 ഒട്ടകത്തിന് എത്ര കൊടുക്കണ്ടേ? 9 ഒട്ടകത്തിന് ഒരാട്. 10 ഒട്ടകം ഉണ്ടായാലാണ് എത്ര കൊടുക്കണ്ടേ? 2 ആട്. എന്താ 5 ഒട്ടകത്തിന് ഒരാട്, 10 ഒട്ടകത്തിന് 2 ആട്, 14 ഒട്ടകത്തിന് 2 ആട്, 15 ഒട്ടകമാണെങ്കിൽ 3 ആട്. അങ്ങനെയാണ്. മനസ്സിലായോ? സ്വർണ്ണവും വെള്ളി അങ്ങനെയല്ല. സ്വർണ്ണം വെള്ളി അങ്ങനെയല്ല. ഫമാ സാദ, എത്രയാണ് ഏറുന്നത്? ഇപ്പോൾ 20 ദീനാർ, അതാണ് നിസാബ്. അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എത്ര കൊടുക്കേണ്ടത്? 1/2 ദീനാറാണ്. ഇനി 21 ദീനാറായാൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അതേപോലെ തന്നെ വെള്ളി 200 ദിർഹം ആയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാളടുത്ത് 201 ദിർഹം ഉണ്ടെങ്കിൽ 201ൻ്റെ കണക്കനുസരിച്ച് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അതാണ് പറഞ്ഞത്. ഫമാ സാദ, ഈ 20 ദീനാർ അല്ലെങ്കിൽ 200 ദിർഹം, അതിൽ ഏറുന്നതിനനുസരിച്ച് ഫബി ഹിസാബി ദാലിക്, അതിൻ്റെ കണക്കനുസരിച്ച് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ഇവിടെ പിന്നെ 200 ദിർഹമിൻ്റെ 5 ദിർഹമാണ് എന്ത്? സക്കാത്ത്. അപ്പോൾ എത്ര? അതിൻ്റെ 2.5%. 2.5%. 20 ദീനാറിൻ്റെ അലൈഹിസ്സലാം നിസ്ഫ് ദീനാർ എത്രയാണ്? 2.5%. അപ്പോൾ ദീനാറുകൾക്കും ദിർഹമുകൾക്കും 2.5% സക്കാത്ത്. അതല്ലേ? 20 ദീനാർ മുതൽ അങ്ങോട്ട് എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ച് 2.5%. 200 ദിർഹമിനനുസരിച്ച് എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ച് 2.5%. ഇതേപോലെയല്ല എന്നർത്ഥം. ഇതേപോലെയല്ല. വ്യത്യാസം മനസ്സിലായ? ദീനാറുകൾ കറൻസികളും അതേപോലെ തന്നെ ഇതര പിന്നെ വകുപ്പും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഫമാ സാദ ഫബി ഹിസാബി ദാലിക്. എന്നിട്ട് പറയുന്നത് വലൈസ ഫീ മാലിൻ സക്കാത്തുൻ, ഒരു സ്വത്തിലും, വലൈസ ഫീ മാലിൻ, ഒരു സ്വത്തിലും ഇല്ല സക്കാത്തുൻ, സക്കാത്തില്ല. ഹത്ത യഹൂല അലൈഹിൽ ഹൗൽ, ഹത്ത യഹൂല അലൈഹിൽ ഹൗൽ, എന്താ? അതിന് വർഷം തികയുന്നത് വരെ, വർഷം തികയുന്നത് വരെ ഒരു സ്വത്തിനും എന്തില്ല? സക്കാത്തില്ല. അതൊരു പൊതു നിയമമല്ല. മനസ്സിലായില്ലേ? പൊതു നിയമമല്ല. അത് ഇപ്പം അതിൽ നിന്ന് കാർഷിക വിള ഒഴിവാ. കാർഷിക വിള, കാർഷിക വിളയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു. വആതു ഹഖഹു യൗമ ഹസാദിഹി, വആതു ഹഖഹു, കാർഷിക വിളയുടെ സക്കാത്ത് കൊടുക്കണം. യൗമ ഹസാദിഹി, കാർഷിക വിള കൊയ്യുന്നന്ന്. അത് ധാന്യവിള, ധാന്യവിള, നാണ്യവിളല്ല, ധാന്യവിള. ധാന്യവിള അറിയുമ്പോൾ ഏതായിരിക്കും? ഇപ്പോൾ നെല്ല്, ഗോതമ്പ്, ബാർലി, ഇങ്ങനത്തൊക്കെ ആണ് ധാന്യവിള. അതൊക്കെ കൊയ്യണം എന്നാണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ്. അതൊഴിച്ച് ബാക്കിയുള്ള സ്വത്തുക്കളെക്കുറിച്ച് പറഞ്ഞത് വർഷം തികഞ്ഞാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കച്ചവടത്തിൽ അസ്ലും ഉണ്ടാകും റിബൂഹും ഉണ്ടാകും അല്ലേ? കച്ചവടത്തിൽ അസ്ൽ സാധനം ഉണ്ടാകും, പിന്നെ ലാഭം ഉണ്ടാകും. അസ്ലിന് വർഷം തികയുക. ഇതേപോലെ ഇതര കറൻസികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ അടുക്കൽ ഉള്ള കാശിന് വർഷം തികയുക, അസ്ൽ സ്വത്തിന്, പിന്നെ അതിൻ്റെ ലാഭമല്ല, പിന്നെ അതിലേക്ക് വന്നു ചേരണമല്ല, പിന്നെയോ അസ്ലിന് വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഹദീസ് റവാഹു അബൂദാവൂദ്, റവാഹു അബൂദാവൂദ്. ഹദീസ് അതിൻ്റെ സനദിൻ്റെ ഹുക്കം എന്താണ്? ഹസനാണ്. ഓഹു ഹസനാണ്, ഹദീസ് ഹസനാണ്, തെളിവിന് യോഗ്യമായ ഹദീസാണ്. വഖ്തുലിഫ ഫീ റഫ്ഇഹി, എന്താ ഈ ഹദീസ് മർഫൂ ആണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസ് മർഫൂ ആണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ ഇത് അലിയാരുടെ വാക്കാണോ അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസ് എന്താണ്? മർഫൂ ആയിട്ട് സഹീഹാണ്. മർഫൂ ആയിട്ട് തന്നെ സഹീഹാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അബൂദാവൂദ് മാത്രമല്ല, ഇമാം അഹ്മദും മറ്റൊക്കെ ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. തയ്യബ് 20 ദീനാർ എന്ന് പറഞ്ഞെങ്കിൽ ആ പണ്ട് കാലങ്ങളിൽ ദിർഹമും ദീനാറുമാണ്. മനസ്സിലായി? ദിർഹം വെള്ളി നാണയം, ദീനാർ സ്വർണ്ണ നാണയം. സക്കാത്തിനും സക്കാത്തല്ലാത്തതിനുമൊക്കെ ഇപ്പോൾ ദായധനം, ഇതിനൊക്കെ എന്താ? ഒന്നുകിൽ ദിർഹമാണ് അല്ലെങ്കിൽ ദീനാറാണ്. തത്തുല്യമായിട്ട് ദീനാറാണ് അന്നത്തെ കണക്ക്. മനസ്സിലായി? അത് ഒരു ദിർഹം അതിൻ്റെ ആധുനിക റിയാൽ എത്രയാണ്?
അല്ലെങ്കിൽ ആധുനിക കാശ് എത്രയാണ്, അതേപോലെ തന്നെ ദീനാർ എത്രയാണ്, ഒരു ദീനാർ ഇന്നത്തെ കണക്ക്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും മാർക്കറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില കിട്ടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്ന കറൻസി എന്താണ്? അന്ന് ഉപയോഗിച്ചിരുന്നത് ദീനാറോ അല്ലെങ്കിൽ ദിർഹമാണ്. ദീനാറോ അല്ലെങ്കിൽ ദിർഹമാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നാണയങ്ങൾ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്ത് അതിന് സക്കാത്ത് കൊടുത്തത്. നാണയങ്ങൾ എന്ന നിലക്ക്, മനസ്സിലായില്ലേ? ഒരു സംഗതി വാങ്ങുമ്പോൾ അതിന് വിലയായി തുകയായിട്ട് കൊടുക്കുന്ന സംഗതിയാണ് എന്ത്? ദിർഹം, ദീനാർ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിലയായി നമ്മൾ ഉപയോഗിക്കുന്ന എന്തും, അത് രൂപയാകട്ടെ ഡോളറാകട്ടെ എന്താവട്ടെ, അതിനൊക്കെ എന്തുണ്ട്? സക്കാത്ത് ഉണ്ട്. കാരണം ദിർഹമിനും ദീനാറിനും എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ദിർഹമിൻ്റെയും അതേപോലെ ദീനാറിൻ്റെയും പിന്നെ ഉപയോഗം എന്തോ ആ ഉപയോഗത്തിൽ പിൽക്കാലത്ത് ഇപ്പം ആധുനിക യുഗത്തിൽ എന്താണ്? അൽ വറഖുൻ നഖദിയാണ് അല്ലേ? കറൻസികളാണ്. ആ കറൻസിക്ക് സക്കാത്തുണ്ട്, കറൻസിക്ക് സക്കാത്തുണ്ട്. പക്ഷേ ഇവിടെ വിഷയം, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പ്രധാന വിഷയം, ഇന്ന് കറൻസി ഒന്നേ ഉള്ളൂ അല്ലേ? ഒന്നുകിൽ റിയാൽ അല്ലെങ്കിൽ ഡോളർ, രൂപ. അത് പണ്ട് രണ്ടെണ്ണം ഉണ്ട്, രണ്ടിനും വേറെ വേറെ മൂല്യമാണ്. പണ്ട് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ദിർഹമാണ്, മറ്റൊന്ന് ദീനാറാണ്. 800 ദീനാറാണ് എങ്കിൽ 8000 ദിർഹമാണ്. 800 ദീനാറിൻ്റെ സ്ഥാനത്ത് ഏതാ? 8000 ദിർഹമാണ്. ഏറ്റക്കുറച്ചിലുണ്ട്. കാരണം ഒന്ന് വെള്ളിയാണ്, മറ്റൊന്ന് സ്വർണ്ണമാണ്. അപ്പോൾ ആധുനിക യുഗത്തിൽ എന്തേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ, ഒന്നുകിൽ റിയാൽ അല്ലെങ്കിൽ പിന്നെ രൂപ, ഡോളർ. ഇങ്ങനെയാണ്. ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് സക്കാത്ത് കൊടുക്കുക? ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സക്കാത്ത് കൊടുക്കും? ദീനാറിനെ പരിഗണിക്കണോ അതല്ല ദിർഹമിനെ പരിഗണിക്കണോ? ദിർഹമിനെ പരിഗണിക്കുകയാണെങ്കിൽ ഇത് വെള്ളി നാണയമാണ്. മനസ്സിലായില്ലേ? ഈ 590 അല്ലെങ്കിൽ 595, 94 ഇതൊക്കെ അഭിപ്രായ വ്യത്യാസം കാണാം. ഏതായാലും ഈ ഒരു 200 ദിർഹം എന്ന് പറഞ്ഞാൽ 590 ഗ്രാം വെള്ളിയാണ്. മനസ്സിലല്ലേ? 20 ദീനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം 85 ഗ്രാം സ്വർണ്ണമാണ്. അല്ലെങ്കിൽ അതിൽ ഇതേപോലെ തന്നെ ഇത് നിർണ്ണയിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 85 ഗ്രാം സ്വർണ്ണം എന്ന് നമുക്ക് പറയാം. ശരി. 590 ഗ്രാം വെള്ളിക്ക് എത്ര വില മാർക്കറ്റിൽ? 85 ഗ്രാം സ്വർണത്തിന് എത്ര വില മാർക്കറ്റിൽ? ശരി. ഭയങ്കര വ്യത്യാസമാണ്. വെള്ളിയുടെ വിലയുടെ 10 ഇരട്ടി ചിലപ്പം ആർക്കുണ്ടാവും? സ്വർണത്തിൻ്റെ വിലക്കുണ്ടാവും. ഈ തൂക്കത്തിൽ 20 ദീനാർ വെള്ളിയുടെ തൂക്കം, 20 ദീനാർ സ്വർണത്തിൻ്റെ തൂക്കം, അതിൻ്റെ വിലയും 200 ദിർഹം വെള്ളിയുടെ തൂക്കം, അതിൻ്റെ വിലയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം, ഇന്ന് നമ്മൾ രൂപയ്ക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആരെ അടിസ്ഥാനപ്പെടുത്തണം? വെള്ളിനെ അടിസ്ഥാനപ്പെടുത്തണോ അതല്ല സ്വർണത്തിനെ അടിസ്ഥാനപ്പെടുത്തണോ? സ്വർണത്തിനെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ എന്താ? 585 ഗ്രാം വെള്ളിക്ക് സ്വർണത്തിന് എത്ര വില? വലിയ വിലയാണ്. അപ്പോൾ ആ വില തീരുവിനെ സക്കാത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറേ ആളുകൾ സക്കാത്തിന് രക്ഷപ്പെടും, സാധുക്കൾക്ക് കുറേ സക്കാത്ത് കിട്ടില്ല. അതേസമയം വെള്ളിയെ പരിഗണിച്ചാൽ 590 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ സംഖ്യയാണ്. ഇതിൻ്റെ ഈ വെള്ളിയുടെ കാശിൻ്റെ 10 ഇരട്ടി ഏകദേശം ആർക്കുണ്ടാവും? ഈ സ്വർണത്തിനുണ്ടാകും. അപ്പോൾ വെള്ളി പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ പൈസക്ക് തന്നെ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അത് മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം, കാശുള്ളവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നമാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം. സ്വർണം അടിസ്ഥാനപ്പെടുത്തണം എന്ന് പറഞ്ഞവരുണ്ട്, വെള്ളി അടിസ്ഥാനപ്പെടുത്തണം എന്ന് പറഞ്ഞവരുണ്ട്. സ്വർണം അടിസ്ഥാനപ്പെടുത്തണം എന്ന് പറഞ്ഞ ന്യായങ്ങളിൽ ഏറ്റവും ബലപ്പെട്ട ന്യായം, ഇപ്പോൾ ഇതര സ്വത്തുക്കൾ എടുത്തു നോക്കുക. ഇപ്പോൾ ഒട്ടകം എത്ര ഉണ്ടെങ്കിൽ ആ സക്കാത്ത് കൊടുക്കേണ്ടത്? 5 ഒട്ടകം അല്ലേ? 5 ഒട്ടകങ്ങൾ ഒരാൾ ഉടമപ്പെടുത്താത്തോടത്തോളം കാലം അയാൾക്ക് എന്തില്ല? സക്കാത്തിൽ 5 ഒട്ടകം ഉടമപ്പെടുത്തണം. ആട് എത്ര? 40. പശു എത്ര? 30. ചുരുങ്ങിയത്. പിന്നെ ഇപ്പോൾ നെല്ല് അല്ലെങ്കിൽ ആ ഇനം ധാന്യവിള എത്ര ഉണ്ടെങ്കിലാ? 300 സായ ധാന്യവിള ഒരാൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിലാണ് അയാൾക്ക് സക്കാത്ത്. 300 സായ. മനസ്സിലായോ?
ലൈസ ഫീമ ദൂന ഖംസത്തി ഔസുഖിൻ സദക്ക എന്നാണ്. അപ്പോൾ 5 വസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 സാ ആണ്. 300 സാ ഏകദേശം 2.5 കിലോ ഒരു സാ. അങ്ങനെ അപ്പോൾ 600 കിലോ നെല്ല്. 600 കിലോ നെല്ല് ഉടമപ്പെടുത്തിയ ഒരാൾക്കാണെന്ത്, അയാൾ സക്കാത്ത് കൊടുക്കാൻ യോഗ്യനാണിത്. അവിടെ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ബാധ്യസ്ഥനാണിത്. മനസ്സിലായി? ഇതേപോലെ ഇതര സ്വത്തുക്കൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിസാബ്, ഇതാണ് നിസാബ്. 5 ഒട്ടകം ഒരാളെടുത്തുണ്ടാകുമ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കാൻ നിസാബ് എത്തിയവനായി ഇനി അയാൾ സക്കാത്ത് കൊടുക്കണം. 40 ആട് ഉടമപ്പെടുത്തിയ ഒരാൾക്ക് നിസാബ് എത്തി, സക്കാത്ത് കൊടുക്കണം. 30 പശു ഉടമപ്പെടുത്തിയ ഒരാൾക്ക് നിസാബ് എത്തി, സക്കാത്ത് കൊടുക്കണം. ഈ നിസാബ് ഉടമപ്പെടുത്തിയ ആളാണ് മുതലാളി. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ മുതലാളി ആരാണ്? ഇത് ഉടമപ്പെടുത്തിയവനാണ് അല്ലേ? ഇതിൻ്റെ തുക നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതിനോടൊക്കെ ഇതിൻ്റെ തുക നോക്കണം. 5 ഒട്ടകത്തിന് എന്താ വില? 5 ഒട്ടകത്തിന് 590 ഗ്രാം വെള്ളിയുടെ വിലയാണ് വരിക, അതല്ല 85 ഗ്രാം സ്വർണത്തിൻ്റെ വില വരിക. 85 ഗ്രാം സ്വർണത്തിൻ്റെ വില വരിക. കാരണം 5 ഒട്ടകങ്ങൾക്ക് നല്ല വില അല്ലേ? സ്വർണത്തിൻ്റെ വിലയും കൂടുതലാണ്. 590 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 400-ന് താഴെ 300 ചില്ലാനം ഒക്കെ ആയിരിക്കും. 350 റിയാൽ എന്ന രീതിയിലായിരിക്കും അതിൻ്റെ വില ഉണ്ടാകുക മാർക്കറ്റിൽ 590 ഗ്രാം വെള്ളിക്ക്. അതേസമയം ഏകദേശം 11 പവനം സ്വർണം എത്ര വില ഉണ്ടാവും? അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇതിനോട് ഒക്കെ ഏതാണ്? സ്വർണ്ണാണ്. അതായത് മറ്റു സക്കാത്ത് കൊടുക്കേണ്ട വസ്തുക്കളുടെ നിസാബ് നോക്കുകയാണെങ്കിൽ ആ നിസാബിനോട് വെക്കുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തലാണ്? സ്വർണ്ണാണ്, വെള്ളിയല്ല. പക്ഷെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും സ്വർണ്ണമല്ല നിസാബായിട്ട് പറഞ്ഞത്. ആരാ പറഞ്ഞത്? വെള്ളിയാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ട്? ഒന്ന്, കറൻസികളെ നോക്കുകയാണെങ്കിൽ ആദ്യം വെള്ളി നാണയമാണ് ഉണ്ടായത്, ആദ്യം സ്വർണ്ണ നാണയം ഉണ്ടായത്? ആദ്യം വെള്ളിയാണ്, പിന്നെയാണ് സ്വർണം. വെള്ളി സ്വർണ്ണം ഒപ്പം നാണയമായിട്ടല്ല, അസൽ വെള്ളി നാണയമാണ്. സ്വർണ്ണ നാണയം പിന്നീടാണ്. കാരണം വെള്ളി നാണയം നടത്തണമെങ്കിൽ എല്ലാവർക്കും കൈകാര്യം ചെയ്യാനും ഉണ്ടാക്കാനും പറ്റിയ രീതിയിൽ എന്താണ്, വെള്ളിക്ക് പണ്ടേ മൂല്യം കുറവാണ്. അതേസമയം സ്വർണ്ണം അങ്ങനെയല്ല. അതൊന്ന്, ആദ്യം വെള്ളി നാണയം എന്നുള്ള പരിഗണന. 2, സക്കാത്തിൽ ആരെ കൂടുതൽ പരിഗണിക്കുന്നത്? മിസ്കീന്മാരാണ്, സാധുക്കളാണ്. അപ്പോൾ സാധുക്കളെ പരിഗണിച്ചുകൊണ്ടാണ് സക്കാത്ത് തന്നെ ഷറആക്കപ്പെട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരിഗണനയിലും ആരാണ് മുന്തിപ്പിക്കുക? ഇവിടെ വെള്ളിയാണ് മുന്തിപ്പിക്കുക. ആ നിലക്ക് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയത് കറൻസികളിൽ സക്കാത്തിന് നിസാബ് നോക്കേണ്ടത് ഏത് നോക്കിയിട്ടാണ്? വെള്ളിയാണെന്നാണ്. ഇതൊക്കെ പറയുമ്പോഴും ഒരു ഭയങ്കര ഇതൊരു പഠനം നടത്തി വായിച്ച് ഒരറ്റം കാണാത്തൊരു വിഷയമാണ് എൻ്റെ പഠനത്തിൽ. പക്ഷേ എങ്കിലും നമ്മൾ പറയൽ പണ്ഡിതന്മാർ ഏതിനെ പരിഗണിച്ചിട്ടുള്ളത്? വെള്ളിയാണ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളിയെ പരിഗണിക്കണം എന്നുള്ളതന്നെ പറയുന്നത്. അത് പറയുമ്പോൾ സാധുക്കളെ പരിഗണിക്കുക എന്നുള്ളതാണ്. സാധുക്കൾക്കാണ് സക്കാത്ത്, സാധുക്കളെ പരിഗണിക്കുക എന്നുള്ളത്. അതേപോലെ ആരും പരിഗണിക്കണം? മുതലാളിമാരും പരിഗണിക്കണം. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് പിരിക്കുമ്പോൾ പറഞ്ഞില്ലേ, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, നല്ല സ്വത്ത് മാത്രം സക്കാത്തായിട്ട് പിരിച്ചെടുക്കുന്നത് സൂക്ഷിച്ചോ. ഇയ്യാക വ കറായിമ അംവാലിഹിം, അവരുടെ സ്വത്ത് നീ സക്കാത്തായിട്ട് പിരിക്കുമ്പോൾ നല്ല സ്വത്ത് മാത്രം എടുക്കുന്നത് സൂക്ഷിച്ചോ. മർദ്ദിതൻ്റെ പ്രാർത്ഥന സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സ്വത്തിൻ്റെ ഉടമനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതവിടെ ഒരു വിഷയമുണ്ട്. എങ്കിലും പണ്ഡിതന്മാർ പ്രാമാണികർ ഭൂരിപക്ഷവും ബലപ്പെടുത്തിയത് ഇവിടെ വെള്ളി ദിർഹമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കറൻസിക്ക് സക്കാത്ത് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അഭിപ്രായത്തിലാണ് ഇത് വിശദീകരിക്കാറുള്ളത്, പറയാറുള്ളത്. മനസ്സിലായോ? അവിടെ നിൽക്കേണ്ടത്. പക്ഷെ ഞാൻ അതിൻ്റെ ആ ഒരു വശം പണ്ഡിതന്മാർ വിശദീകരിച്ച് ഇവിടെ ഉണർത്തി എന്ന് മാത്രം. എത്ര വായിച്ചിട്ടുണ്ടെങ്കിലും വായിക്കുന്നതിനനുസരിച്ചൊരു വിഷയം കൂടുതൽ ഉൾക്കൊള്ളാനുണ്ടാവും. പക്ഷെ എങ്കിലും ഇതാണ് നമ്മൾ അതിൽ പണ്ഡിതന്മാർ ബലപ്പെടുത്തിയതിൽ, പണ്ഡിതന്മാർ വിശദീകരിച്ചതിൽ പറയുക, വെള്ളിയെ അടിസ്ഥാനപ്പെടുത്തുക എന്നുള്ളത്. ഖലാസ്, ആ വിഷയം മനസ്സിലായ, മസാല മനസ്സിലായ. ഹദീസ് ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്തു. ഹദീസ് ഹസനാണ്. പിന്നെ ഈ ഹദീസ് മർഫു ആണോ എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസ് മർഫു തന്നെയാണ്.
അടുത്ത ഹദീസ് ജാബിറിൻ്റെ അല്ലേ വലി തുർമുദി അനി ഇബ്നു ഉമർ വലി തുർമുദി അനി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ മൻ ഇസ്തഫാദ മാലൻ ഫലാ സകാത അലൈഹി ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ അല്ലേ. ഇമാം തുർമുദി അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. വലി തുർമുദി എന്ന് പറഞ്ഞാൽ തുർമുദിക്കുണ്ട് സുനനു തുർമുദിയിൽ സുനനു തുർമുദിയിൽ ഇമാം തുർമുദി നിവേദനം ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്ന്? അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്താ റിപ്പോർട്ട്? മനിസ്തഫാദ മാലൻ. എന്താ മനിസ്തഫാദ മാലൻ? ഒരാളൊരു സ്വത്ത് സമ്പാദിച്ചാൽ, സ്വത്ത് കൊണ്ടാൽ, സ്വത്ത് സമ്പാദിച്ചാൽ. മനിസ്തഫാദ മാലൻ, ഒരാളൊരു സ്വത്ത് കൊണ്ടാൽ, സമ്പാദിച്ചാൽ. ഫലാ സകാത്ത അലൈഹി, അതിന് സകാത്തില്ല. ഹത്ത യഹൂല അലൈഹിൽ ഹൗൽ, വർഷം തികയുന്നത് വരെ. ഹത്ത യഹൂല അലൈഹിൽ ഹൗൽ, അതിന് വർഷം തികയുന്നത് വരെ. അപ്പോൾ എന്താ ഈ ഹദീസ്? തുർമുദിൻ്റെ ഹദീസാണ് ഇബ്നു ഉമറിൽ നിന്ന്. എന്താ അറിയിക്കണത്? ഈ ഹദീസ് പിന്നെ ഇബ്നു ഉമറിൻ്റെ ഖൗലായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഉമറിൻ്റെ വാക്കായിട്ടും ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് അറിയിക്കണത് എന്താ? ഹദീസ് അറിയിക്കുന്ന സംഗതി വർഷം തികഞ്ഞാലാണെന്ത്? സ്വത്തിന് സക്കാത്ത്. അവിടെ മനിസ്തഫാദ മാലൻ, ഒരാളൊരു സ്വത്ത് കൊണ്ടാൽ, സമ്പാദിച്ചാൽ എന്നാണ്. അപ്പോൾ സ്വത്ത് കൊള്ളൽ എങ്ങനെ സ്വത്ത് കൊള്ളൽ? ഏതൊക്കെ നിലയ്ക്ക് നമ്മൾ സ്വത്ത് എടുക്കൽ, സമ്പാദിക്കൽ? ഒന്ന് സ്വത്ത് വാപ്പാരന്മാരെയൊക്കെ അല്ലെങ്കിൽ അനന്തര സ്വത്തായിട്ട് കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും ഹദിയായിട്ട് നൽകും അല്ലേ? അല്ലെങ്കിൽ ജോലിയിലൂടെ സാലറി, ശമ്പളമൊക്കെ പറ്റിയിട്ടില്ലേ? ശമ്പളത്തിന് സക്കാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തെളിവ് ഇതാണ്. മനിസ്തഫാദ മാലൻ, ഒരാളൊരു സ്വത്ത് സമ്പാദിച്ചാൽ അത് സാലറിയിലൂടെ ആകട്ടെ, സമ്മാനത്തിലൂടെ ആകട്ടെ, അനന്തരാവകാശത്തിലൂടെ ആകട്ടെ, ഏത് നിലക്കാകട്ടെ സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ ഫലാ സക്കാത്ത് അലൈഹി, അതിന് സക്കാത്തില്ല. ഹത്ത യഹൂല അലൈഹിൽ ഹൗൽ, അതിന് വർഷം തികയുന്നത് വരെ. അപ്പോൾ വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിലാണെന്ത്? അതിനൊക്കെ സക്കാത്ത്. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി, ഇപ്പം ശമ്പളമാണെങ്കിൽ മാസം കിട്ടൂല്ലേ? ഓരോ മാസവും കിട്ടും. ഓരോ മാസത്തെ ശമ്പളത്തിന് വർഷം തികയാണോ? ഇല്ല. പിന്നെയോ സ്വത്തിന് വർഷം തികയൽ എങ്ങനെ? നിസാബെത്തിയ സ്വത്തുണ്ടല്ലോ, അതിന് വർഷം തികയലാണ്. ഇപ്പോൾ 590 ഗ്രാം വെള്ളി, അതിൻ്റെ കാശ് നമ്മളുടെ കയ്യിൽ വന്നാൽ നമുക്കെന്തായി? നിസാബെത്തി അല്ലേ? നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ട് 590 ഗ്രാം വെള്ളിയുടെ കാശ് നമ്മുടെ കയ്യിലിരിപ്പായി ഉണ്ടായാൽ പിന്നെ ആ കയ്യിലിരിപ്പിനാണ് എന്ത് ചെയ്യേണ്ടത്? വർഷം തികയേണ്ടത്. അപ്പോൾ അതിന് വർഷം തികയുന്നതിനിടയിൽ അതിലേക്ക് പിന്നെ എന്തൊക്കെ ഇൻകമായി വന്നോ? മനിസ്തഫാദ മാലൻ ഉണ്ടോ? അതൊക്കെ എന്ത് ചെയ്യും? അതിൽ ഈ സക്കാത്ത് കൊടുക്കുന്നതിൽ ഉൾപ്പെടും. മനസ്സിലായി? അപ്പോൾ ആ ഒരു പിന്നെ അസിൽ അതിൽ മനസ്സിലാക്കണം. വർഷം തികയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മുടെ കടവും ചിലവൊക്കെ കിഴിച്ചതിന് ശേഷം, ചിലവ് കിഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ കട ഉണ്ടെങ്കിൽ കടത്തിനുള്ളത് മാറ്റി വെക്കാം. മറ്റു ചിലവുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ചിലവ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചിലവ് ചെയ്യാതെ എടുത്തൊക്കെ എന്നുള്ളത് പാടുള്ളതല്ല, അതിന് സക്കാത്ത് കൊടുക്കണം. കട ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരാൾ കടം വീട്ടാനുള്ള കാശ് മാറ്റി വെക്കാം. അടുത്തത് കടം കിട്ടാനുണ്ട് എങ്കിൽ, കിട്ടണ കുറ്റിയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. കിട്ടാൻ കുറ്റിയാണെങ്കിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി. ഒരു വർഷത്തേക്ക് അതൊന്ന്. പിന്നെ കൊടുക്കാനുണ്ട് എങ്കിൽ, കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം, സക്കാത്തില്ല. നമുക്ക് ഇതിൽ തന്നെ ഹദീസ് വരും, കടം ഉള്ള ആൾക്ക് കടത്തിന് എന്തില്ല? സക്കാത്തില്ല. കടം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം. കടം വീട്ടാനല്ലേ? കടം വീട്ടാനുണ്ട്, ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്. പക്ഷേ കടം ഉണ്ടെങ്കിൽ കട അയാൾ കിഴിക്കണം. കട അയാൾ വീട്ടണം. അയാൾ കടം വീട്ടാതെ ഇതിന് മാറ്റിവെക്കണേ. അതൊക്കെ ഓരോരുത്തർ സ്വന്തത്തോട് ഫത്വ വഹിക്കേണ്ട വിഷയമാണ്. മനസ്സിലായില്ലേ? ഇതിലൊക്കെ ഹിസാബ് അള്ളാഹുവിങ്കലാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? പെരുമാറേണ്ടത്.
നിസാബത്തി മുതൽ വർഷത്തിന് മുൻപ് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിലവാണ്. സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു പോകുന്നതും മനസ്സിലായില്ലേ, അല്ലാതെ എടുത്തു പോകണം വ്യത്യാസമുണ്ട്. ഹീലത്ത് മസാലായിട്ടൊന്നുണ്ട്, അതായത് സക്കാത്ത് നാളെയാണ് കൊടുക്കേണ്ടത് എങ്കിൽ വർഷം നാളെയാണ് തികയുന്നത് എങ്കിൽ എന്ത് ചെയ്യും, ചിലരെന്ത് ചെയ്യും, ഈ സ്വത്ത് മാറ്റി വെക്കും സക്കാത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ. അതാണ് ഹീലത്ത്, ഒരു കുതന്ത്രം. അത് പാടുള്ളതല്ല. അതേസമയം അതല്ലാത്ത ചിലവുകൾ നമ്മുടെ ചിലവുകളല്ലേ, നമ്മുടെ ചിലവുകളാണ്. ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ വീടുണ്ടാക്കാൻ അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾക്കുള്ള ചിലവുകൾ അയാൾ വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ചിലവുകളാണ്, അതിന് സക്കാത്തില്ല. അപ്പോൾ കടം കൊടുത്തതാണ് എങ്കിൽ അവിടെയാണ്, കിട്ടണ കടാണ് എങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. കാരണം നമ്മുടെ കാശാണത്, നമ്മുടെ കാശാണ്. കിട്ടണ കടാണ് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഉടമപ്പെടുത്തിയ കാശ് പോലെയാണ്. പക്ഷെ കിട്ടാത്തതാണ് എങ്കിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, കിട്ടാക്കുറ്റി ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ ഒരു വർഷത്തേക്ക് കൊടുത്താൽ മതി, ഒരു വർഷത്തേക്ക് കൊടുത്താൽ മതി. അതേസമയം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, സക്കാത്ത് കൊടുക്കാനുള്ള കാശുമില്ല എങ്കിൽ ഓരോ വർഷത്തെ എന്ത് ചെയ്യണം, കണക്ക് കൂട്ടിയിട്ട് കിട്ടുമ്പോൾ സക്കാത്ത് കൊടുക്കണം, കിട്ടുന്ന പ്രതീക്ഷ ഉള്ളതാണ് എങ്കിൽ. തയ്യിബ് മനിസ്തഫാദ മാലൻ ഫലാ സകാത്ത അലൈഹി ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ അല്ലേ. ഹദീസ് തുർമുദിയുടേതാണ്, ഇബ്നു ഉമറിൽ നിന്നാണ് നിവേദനം. അവർ റാജിഹു വഖഫുഹു, ഈ ഹദീസ് ഇബ്നു ഉമറിൻ്റെ വാക്കായിട്ടാണ് ബലപ്പെട്ടത്. ഇബ്നു ഉമറിൻ്റെ വാക്കായിട്ടാണ് ഇത് ബലപ്പെട്ടത്, അതാണ് ഇത് പറഞ്ഞത്. ഇനി അലിയാരുടേതല്ലേ, അതും വഖഫ് തന്നെയാണ് അല്ലേ. റാജി വഖഫു അയ്ളൻ എവിടെയത്? وعن علي رضي الله تعالى عنه قال ليس في البقر العوامل صدقة ليس في البقر العوامل صدقة. അലിയാരിൽ നിവേദനം. എന്താ അലിയാരി പറഞ്ഞത്? ലൈസ ഫിൽ ബഖറിൽ അവാമിൽ, ജോലിക്ക് ഉപയോഗിക്കുന്ന പശുക്കൾക്ക് ഇല്ല സദഖത്തുൻ സക്കാത്ത്. ജോലിക്ക് ഉപയോഗിക്കുന്ന പശുക്കളുണ്ടല്ലോ, ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂട്ടാൻ, അതേപോലെ വെള്ളം കോരാൻ, ഇതിനൊക്കെ ഉപയോഗിക്കില്ലേ, ആസുകല്ലാട്ടാൻ, ഇതൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന കാലികൾ, മാട് വർഗം, അതിൽ സക്കാത്തില്ല. അതാണ് ലൈസ ഫിൽ ബഖരി അൽ അവാമിൽ, ജോലിക്ക് ഉപയോഗിക്കുന്ന മാട് വർഗത്തിൽ ഇല്ല സദഖത്തുൻ സക്കാത്ത്. പിന്നെ ഏതിനാ സക്കാത്ത്? കാലി വർഗ്ഗങ്ങളിൽ ആർക്കാ സക്കാത്ത് പറഞ്ഞ്? സായിമത്തിനാണ്. സായിമത്ത് എന്ന് പറഞ്ഞാൽ മേഞ്ഞു തിന്നുന്ന ജോലിക്ക് ഉപയോഗിക്കാത്ത പിന്നെ മാട് വർഗത്തിനാണ് സക്കാത്ത്. വറാജിഹു വഖഫു അയ്ളൻ, ഈ ഹദീസും ഉണ്ടല്ലോ അലിയാരുടെ വാക്കായിട്ടാണ് ബലപ്പെട്ടത്. റവാഹു അബൂദാവൂദ് വദ്ദാറഖുത്നി വറാജിഹു വഖഫു അയ്ളൻ അല്ലേ. അബൂദാവൂദ് ദാറഖുത്നിയൊക്കെ ഈ അലിയാരുടെ വാക്ക് നിവേദനം ചെയ്തിട്ടുണ്ട്, അലിയാരുടെ വാക്കായിട്ടാണത് ബലപ്പെട്ടത്. ദാറഖുത്നി. തയ്യ് അടുത്ത ഹദീസ് ആരുടേതാണ്? അബ്ദുല്ലാഹി ബിൻ അംർ അല്ലേ. ഓട്ടെ, وعن عمرو بن شعيب عن أبيه عن جده عبد الله بن عمرو رضي الله تعالى عنهما قال من ولي يتيما له مال فليتجر له ولا يتركه حتى تأكله الصدقة ولا يتركه حتى تأكله الصدقة رواه الترمذي والدارقطني وإسناده ضعيف ضعيف وله شاهد مرسل عند الشافعي له الشافعي. طيب അംർ ബിൻ ഷുഐബ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും പിന്നെ വല്യാപ്പയിൽ നിന്ന് നിവേദനം ചെയ്യണം. അംർ ബിൻ ഷുഐബ് അൻ അബീഹി അൻ ജദ്ദി. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട് ആ സനദിനെ കുറിച്ച്. അംർ ബിൻ ഷുഐബിൻ്റെ വല്യാപ്പാരാണ്? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസാണ്. അതാണ് അൻ ജദ്ദിഹി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ. ഹദീസിൽ എന്താ പറയുന്നത്? മൻ വലിയ യതീമൻ, ഒരാളൊരു യതീമിനെ ഏറ്റെടുത്ത്. മൻ വലിയ യതീമൻ, ഒരാളൊരു യതീമിനെ ഏറ്റെടുത്ത്. വലിയ
എന്നാൽ ഏറ്റെടുത്ത്. മൻ വലിയ യത്തീമൻ, ഒരാളെ യത്തീമിനെ ഏറ്റെടുത്ത്. ലഹു മാലുൻ, ആ യത്തീമിന് സ്വത്തുണ്ട് എങ്കിൽ ഫല്യത്തജിർ ലഹു, ആ യത്തീമിന് വേണ്ടിയിട്ട് അവൻ അതിൽ കച്ചവടം, ഫല്യത്തജിർ, അവൻ കച്ചവടം നടത്തട്ടെ, ലഹു, യത്തീമിന് വേണ്ടി ആ സ്വത്തിൽ. വലാ യത്രുക്കുഹു, അവൻ ആ സ്വത്ത് ഉപേക്ഷിക്കരുത്, യത്തീമിനെ ഏറ്റെടുത്തവൻ ഉപേക്ഷിക്കരുത്. ഹത്താ തഅകുലഹു സദഖ, സകാത്ത് അതിനെ തീർക്കുന്നത് വരെ, സകാത്ത് അതിനെ തിന്ന് തീർക്കുന്നത് വരെ. വലാ യത്രുക്കുഹു, ആ സ്വത്തവൻ വിട്ടേക്കരുത്. പറഞ്ഞാൽ മനസ്സിലായോ ഒന്നുകൂടി? മൻ വലിയ യത്തീമൻ, ഒരാളൊരു യത്തീമിനെ ഏറ്റെടുത്ത്. ലഹു മാലുൻ, ആ യത്തീമിന് സ്വത്തുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ ഫല്യത്തജിർ ലഹു, ആ യത്തീമിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യട്ടെ, അതിൽ കച്ചവടം നടത്തട്ടെ. വലാ യത്രുക്കുഹു, ആ സ്വത്ത് അവൻ വിട്ടേക്കരുത്. ഹത്താ തഅകുലഹു സദഖ, അതിനെ സദഖ തിന്നു തീർക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം അതിൻ്റെ അർത്ഥം? ഇപ്പം യത്തീമുകൾ ആരെ യത്തീം? വാപ്പ മരണപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് യത്തീമുകൾ. അപ്പോൾ വാപ്പ മരിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അപ്പോൾ ചെറുമക്കളാണ്. അപ്പോൾ അവർക്ക് അവരുടെ സ്വത്ത് ഉണ്ടെങ്കിൽ അവർക്ക് യത്തീമുകൾക്കും സ്വത്തുണ്ടാവും. യത്തീമുകളും ധനികരായിരിക്കും. എല്ലാ യത്തീമും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ യത്തീമുകൾ ധനികരായവരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ സ്വത്ത് ആരാ കൈയാളുക? അവരെ സംരക്ഷിക്കുന്നവരാണ് എളാപ്പ മൂത്താപ്പ ഇങ്ങനെയുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ഈ യത്തീമുകളുടെ സ്വത്ത്, യത്തീമാണെന്ന് വിചാരിച്ചിട്ട് അതിൽ സക്കാത്തില്ലാതിരിക്കില്ല. യത്തീമിന് എന്തുണ്ട്? സക്കാത്തുണ്ട്. സക്കാത്തിൽ നോട്ടം ഒരാൾക്ക് സ്വത്തുണ്ടോ ഇല്ല എന്നുള്ളതാണ്. കുട്ടിയാണോ ഭ്രാന്തനാണോ യത്തീമാണോ അതൊന്നും നോട്ടമല്ല, സ്വത്തുണ്ടോ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം, ഇമാം അബൂ ഹനീഫ പറഞ്ഞത് യത്തീമല്ല ഭ്രാന്തൻ, അതേപോലെ തന്നെ കുട്ടി, യത്തീം കുട്ടിയാണല്ലോ, അങ്ങനെ കുട്ടിത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യത്തീമാവില്ല. അപ്പോൾ കുട്ടി ഭ്രാന്തൻ ഇവർക്കൊന്നും സക്കാത്തില്ല, കാരണം അവർക്കൊന്നും എന്തില്ല, തക്ലീഫില്ല എന്നാണ്, വിധിവിലക്കൾ ബാധകമല്ല എന്നാണ് അബൂ ഹനീഫിൻ്റെ അഭിപ്രായം. അത് ശരിയല്ല. കാരണം എന്താ? സക്കാത്തിൽ ബുദ്ധി ഉണ്ടോ വകതിരിവുണ്ടോ എന്നുള്ളതാണ് നോട്ടം. സക്കാത്തിൽ നോട്ടം എന്താണ്? പൈസ ഉണ്ടോ എന്നുള്ളതാണ്, കാശുണ്ടോ എന്നുള്ളതാണ് നോട്ടം. കാശുണ്ടോ സക്കാത്ത് കൊടുത്തോളണം. അത് കുട്ടിയായാലും ശരി, പിന്നെ അബോധാവസ്ഥയിൽ കിടക്കണവനായാലും ശരി, പിന്നെ യത്തീമാണെങ്കിലും ശരി. മനസ്സിലായോ? കാരണം എന്താ? ഈ സ്വത്ത് മറ്റുള്ളവരാണ് കൈയാളുക. അപ്പോൾ അയാളുടെ ബാധ്യതയാണ് ആ സ്വത്തിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അവിടെ നോട്ടം സ്വത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. സ്വത്തുണ്ടോ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ മൻ വലിയ യത്തീമിനെ വല്ലവർ സംരക്ഷിക്കുകയാണെങ്കിൽ ലഹു മാൽ, യത്തീമിന് സ്വത്ത് ഉണ്ടെങ്കിൽ ഫല്യത്തജിർ ലഹു, ആ യത്തീമിന് വേണ്ടിയിട്ട് അവൻ അതിൽ കച്ചവടം നടത്തട്ടെ, ബിസിനസ് നടത്തട്ടെ. വലാ യത്രുക്കുഹു, ആ സ്വത്ത് അവന് വിട്ടേക്കരുത്. ഹത്താ തഅകുലഹു സദഖ അതിനെ തിന്ന് തീർക്കുന്നത് വരെ. മനസ്സിലായി? എന്താ ഇപ്പോൾ ഹദീസിൽ നിന്ന് മനസ്സിലാണത്? എന്ന് യത്തീമിൻ്റെ സ്വത്തിൽ നിന്നുണ്ട് സക്കാത്തുണ്ട്, കുട്ടികളുടെ സ്വത്തിലും എന്നുണ്ട് സക്കാത്തുണ്ട്. കുട്ടികളുടെ സ്വത്തിൽ സക്കാത്തുണ്ട്. യത്തീമല്ലേ, യത്തീം കുട്ടിയാണ്. രണ്ട്, പിന്നെ യത്തീം കുട്ടികളുടെ സ്വത്ത് സംരക്ഷിക്കുമ്പോൾ അത് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതിനാണ് പറഞ്ഞത് എന്ത്, അതിൽ കച്ചവടം നടത്താൻ. ആ സ്വത്ത് അങ്ങനെ വിട്ടേച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, അതിനിങ്ങനെ സക്കാത്ത് കൊടുത്തു പോകും, അത് തീരും അല്ലേ. ഇപ്പോൾ ഒരു 10,000 റിയാൽ ഒരു യത്തീമിന് സ്വത്തുണ്ടെങ്കിൽ അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10,000 സക്കാത്ത് പോയി എന്ത് ചെയ്യും, അതിന് സദക്ക തീർക്കും. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ ആ 10,000 ബിസിനസ് നടത്തട്ടെ എന്നുള്ളതാണ് ഈ പറയുന്നത്. ഈ ഹദീസ് ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഉണ്ടല്ലോ, അംർ ഇബ്നു ശുഐബ് വല്യാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഇമാം തുർമുദിയും ദാറഖുത്നിയും റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ സനദിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? സനദുഹു ദഈഫ് എന്നാണ്, ഇസ്നാദുഹു ദഈഫ്. വലഹു ഷാഹിദുൻ മുർസലുൻ ഇൻദ ശാഫിഈ എന്നാ പറഞ്ഞത് അല്ലേ. ഇതിനെ ബലപ്പെടുത്തുന്ന ഒരു ഹദീസ് ആരെടുത്തുണ്ട് എന്നാണ്? ഇമാം ഷാഫിയുടെ അടുക്കലുണ്ട് എന്നുള്ളതാണ്. ഈ ഹദീസ് ദുർബലാണ്. ഈ ഹദീസ് ഉണ്ടല്ലോ അംർ ഇബ്നു ശുഐബിൻ്റെ ഈ ഹദീസ് ദുർബലാണ്. കാരണം അതിൽ മുസന്ന ഇബ്നു സബാഹ്, അതേപോലെ മിന്ദൽ ഇബ്നു അലി എന്നൊക്കെ പറഞ്ഞ റാവിമാരുണ്ട്. അവരൊക്കെ പറ്റ ദുർബലരാണ്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലാണ്. പക്ഷേ അതാണ് ഇബ്നു ഹജർ കൊടുത്ത ഈ ഹദീസ് ദുർബലാണ്. അത് ഇബ്നു ഹജർ തന്നെ പറഞ്ഞ് സനദ് ദഈഫാണെന്ന്. പക്ഷേ ഇമാം ഷാഫിയുടെ അടുക്കൽ എന്തുണ്ട്? ഈ ഹദീസിൻ്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന വേറെ ഹദീസിൻ്റെ മുർസലായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ഇമാം തബറാനി അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ടുണ്ട് ഇങ്ങനെ, സഹീഹായ സനദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യതീം കുട്ടികളുടെ സ്വത്തിൽ കച്ചവടം നടത്തുക, അതിനെ സദക്ക തിന്ന് തീർക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ ഹദീസിൻ്റെ ആശയം എന്താണ്? സഹിയാണ്. ഹദീസിൻ്റെ ആശയം സഹിയാണ്.
ഇതിൽ ഈ ഹദീസ് പ്രകാരം നമുക്കൊരു മസാല ഉരുത്തിരിഞ്ഞു. എന്താ ഒരു പ്രധാനപ്പെട്ട മസാല സക്കാത്തിൻ്റെ വിഷയത്തിൽ? അതെന്താ? ഒരിക്കൽ സക്കാത്ത് കൊടുത്ത മുതലിന് വീണ്ടും എന്തുണ്ട്? സക്കാത്തുണ്ട്. അതാണ് അതിൽ. ഒരിക്കൽ സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച സ്വത്ത് അതിന് വീണ്ടും എന്ത് ചെയ്യണം? വർഷം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. ഈ പിന്നെ തമിഴ്നാട്ടിൽ ഉള്ള പിന്നെ തൗഹീദ് ജമാഅത്തിൻ്റെ പ്രവർത്തകരുമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഒരിക്കൽ സക്കാത്ത് കൊടുത്ത സ്വത്തിന് വീണ്ടും സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അവർ പറയുന്നത്, ഈ സൈനുൽ ആബിദീൻ്റെ ആളുകൾ അവർ പറയുന്നത് ഒരിക്കൽ സക്കാത്ത് കൊടുത്തതിന് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അതാണ് പിന്നെ അവരുടെ ഒരു വീക്ഷണം. യഥാർത്ഥം ശരിയല്ല. കാരണം സഹിയായ ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യതീമുകളുടെ സ്വത്തിൽ നിങ്ങൾ കച്ചവടം നടത്തിക്കോളയും, അതിന് സദക്ക തിന്ന് തീർക്കാതിരിക്കട്ടെ. അതിന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓരോ വർഷവും എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ 10,000 റിയാൽ ഒരു യതീമിൻ്റെ സ്വത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് 2.5% പോയി പിന്നെ അതില്ലാതാവില്ലേ? അതാണ് അവിടെ ഹദീസ് പറയുന്നത്. അതിന് മനസ്സിലാക്കാം എന്ത്? ഒരിക്കൽ സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ച സ്വത്താണ് എങ്കിൽ അതിന് വർഷം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് കൊടുക്കണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫായിദ. ഈ ഹദീസ് ദഈഫാണെങ്കിലും ഈ വിഷയത്തിൽ സഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പ്രസിദ്ധമായ പിന്നെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഉമർ പ്രസംഗിച്ചതായിട്ട്. ഇങ്ങനെ യതീമുകളുടെ സ്വത്തിൽ കച്ചവടം നടത്താൻ പറഞ്ഞു, അതിനെ സദക്ക തിന്നു തീർക്കാതിരിക്കാൻ. ചെലവും ഒക്കെ മാന്യമായ രീതിയിൽ അതിൽ നിന്ന് വഹിക്കാം. പക്ഷേ പിന്നെ അത് എൻ്റെ ലാഭമൊക്കെ ഇതിലേക്ക് അയാളുടെ ചിലവ് അയാൾക്ക് വഹിക്കാം മാന്യമായ രീതിയിൽ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ. ഇപ്പം ഇനി ഈ സ്വത്ത് കയ്യാളി യതീമിനെ സംരക്ഷിക്കുന്നവൻ, വമൻ കാന ഗനിയ്യൻ ഫല്യസ്തഅഫിഫ് വമൻ കാന ഫഖീറൻ ഫല്യകുൽ ബിൽ മഅറൂഫ്. അതായത് വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ് ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും വലാ തഅകുലുഹാ ഇസ്റാഫൻ വബിദാറ വമൻ കാന മിൻകും ഗനിയ്യൻ ഫല്യസ്തഅഫിഫ് വമൻ കാന ഫഖീറൻ ഫല്യകുൽ ബിൽ മഅറൂഫ്. സൂറത്ത് നിസാഇൻ്റെ തുടക്കത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യതീം കുട്ടികളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ, വലാ തഅകുലുഹാ ഇസ്റാഫൻ വബിദാറ. യതീം കുട്ടികളാണ്, ചോദിക്കാനും പറയാനാളില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദൂർത്തായിട്ട് അത് തിന്നരുത്. വമൻ കാന ഗനിയ്യൻ ഫല്യസ്തഅഫിഫ്. ധനികനാണ് എങ്കിൽ, സംരക്ഷിക്കുന്നവൻ യതീമിനെ സംരക്ഷിക്കുന്ന ധനികനാണ് എങ്കിൽ ഫല്യസ്തഅഫിഫ്, എന്താ അവന് അതിൽ നിന്ന് എടുക്കാതെ ധന്യത നടിക്കട്ടെ, ധന്യത പ്രകടിപ്പിക്കട്ടെ. വമൻ കാന ഫഖീറൻ, യതീമിനെ സംരക്ഷിക്കുന്നവൻ ദരിദ്രനാണെങ്കിൽ ഫല്യകുൽ ബിൽ മഅറൂഫ്, മാന്യമായിട്ട് അതൊന്ന് ഭക്ഷിക്കട്ടെ. അപ്പോൾ ആ ഒരു മാനദണ്ഡം ഇവിടെ ഇതിൽ ശ്രദ്ധിക്കണം, ഇടപാട് നടത്തുന്ന വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കണം. സൂറത്ത് നിസാഇൻ്റെ തുടക്കത്തിൽ ഇത്തരം വിഷയങ്ങളാണല്ലോ പറയുന്നത്. ഫൈദാ ദഫഅതും ഇലൈഹിം അംവാലഹും ഫഅശ്ഹിദു അലൈഹിം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ. തയ്യിബ്. ഇനി അടുത്ത ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫയുടെ ഹദീസിലെ അൻ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാഹു ഖൗമുൻ ബിസദഖതിഹിം ഖാല അല്ലാഹുമ്മ സല്ലി അലൈഹിം സല്ലി അലൈഹി മുത്തഫഖുൻ അലൈഹി. അല്ലേ? അൻ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ, അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ അതാഹു ഖൗമുൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നബിയുടെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ വന്നാൽ, ബിസദഖതിഹിം, അവരുടെ സക്കാത്ത് കൊണ്ട്, റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഒരു വിഭാഗം ആളുകൾ അവരുടെ സദക്ക കൊണ്ട് വന്നാൽ, സക്കാത്ത് കൊണ്ട് വന്നാൽ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലി അലൈഹിം, അല്ലാഹുമ്മ സല്ലി അലൈഹിം, എന്താ അള്ളാഹു അവരിൽ നീ അനുഗ്രഹം ചൊരിയണമേ. സ്വലാത്ത് എന്നുള്ളതിൽ നിന്നാണ് സല്ലി, സ്വലാത്ത് ദുആ. അല്ലാഹുമ്മ സല്ലി അലൈഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ അവരുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് അള്ളാഹു കൽപ്പിച്ചതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം വസല്ലി അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സക്കാത്ത് സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അപ്പോൾ ആ സക്കാത്ത് വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ തന്നവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ സല്ലി അലൈഹിം. അപ്പോൾ ഈ ദുആ അല്ലാഹുമ്മ സല്ലി അലൈഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് പിന്നെ നൽകിയവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ഹദീസിൽ തന്നെ കാണാം, അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫാണ്. അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ, അബി ഔഫ കുടുംബത്തിന് അള്ളാഹുവെ നീ അനുഗ്രഹം വർഷിക്കണമേ ദുആ ചെയ്തേ കാണാൻ സാധിക്കും. കാരണം
അവരുടെ അവർ യത്തീമുകളായിരുന്നു. ഈ ആല് അബി ഔഫ എന്നുള്ളത് യത്തീമുകളായിരുന്നു. മനസ്സിലായല്ലോ? അബു ഔഫ കുടുംബം. അവരുടെ സ്വത്ത് സംരക്ഷിച്ചിരുന്നത് അലിയാണ്. അലി. അപ്പോൾ പിന്നെ ഇവർ യത്തീമുകളുടെ പ്രായം കഴിഞ്ഞിട്ട് വലുതായപ്പോൾ എന്ത് ചെയ്തു? അലിയാർ അവരുടെ സ്വത്ത് കൊടുത്തവർക്ക്. കൊടുത്തപ്പോൾ അത് കുറവാണ്. സ്വത്ത് ഏറ്റെടുത്ത അത്രയല്ല, അതിൽ കുറവുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇത്രയല്ലോ സ്വത്ത് എന്ന്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് സക്കാത്ത് കൊടുത്തത് കൂട്ടാൻ പറഞ്ഞു. ഓരോ വർഷവും സക്കാത്ത് കൊടുത്തിട്ട് കൂട്ടാൻ പറഞ്ഞു. കൂട്ടുമ്പോൾ കൃത്യമാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അതിന് എന്ത് ചെയ്യുന്നു? വർഷാവർഷം സക്കാത്ത് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്ത് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഹദീസുകൾ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.